ഇതുകൊണ്ടൊക്കെ തന്നെയാ ഞാൻ അയാൾ എല്ലായിടത്തും മാറ്റി നിർത്തുന്നത്. അവനെയൊക്കെ ഈ നാട്ടിൽ നിന്ന് തന്നെ മാറ്റിക്കണം. ആ കുട്ടിയെ ഓർത്താ ഞാനിത് ആരോടും പറയാതിരുന്നത്. എന്താ പരിപാടി? ചൂണ്ടിട്ട് ഉത്തിരിക്കുക? അല്ല, ഇങ്ങോട്ടേരി. എന്തേ? അല്ല, നിങ്ങള് ഇവരെ പറ്റിക്കോ? പറ്റിക്ക്? അല്ല, ഓള് വരൂലേ? ആര്? നടിയടോ. ഉദ്ഘാടനത്തിനല്ലേ? അത് വരുന്നു. ഭയങ്കര തിരക്കായിരിക്കില്ലേ? തിരക്കം കണ്ടാ മാധവേട്ട തിരക്കുണ്ടാവും. രമേശ, അതെ, ഇയാള് പൈസ ഒക്കെ ചെലവാക്കി ഇതിന് നിൽക്കുന്ന എന്തിനാന്ന് വിചാരിച്ചു? പബ്ലിസിറ്റിക്ക്. പിന്നെ അയാളെ ഈ പെണ്ണിന്റെ അടുത്ത് നിർത്തി ഒരു ഫോട്ടോ എടുക്കണം, എന്നിട്ട് വിശദമായിട്ടൊന്ന് പരിചയപ്പെടുത്തണം. അത്രേ വേണ്ടുള്ളൂ. നമുക്ക് പരിചയപ്പെടുത്താന്ന്. അതിനെന്താ പ്രശ്നം? അല്ല, പറഞ്ഞാ പറ ചെയ്യണം. അത് ചെയ്യാം. നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരാളല്ലേ മാധവേട്ടൻ. അപ്പൊ പിന്നെ മൂപ്പരല്ലാണ്ട് നമ്മൾ ആരെ പരിചയപ്പെടുത്താണ്ട്? മാധവേട്ടാ, അമ്പ് കുറച്ച് കൂടുതൽ ബോഡി വെക്കണം. അത് ശരിയാട്ടോ. എല്ലാത്തിനും മാധവേട്ടന്റെ ഫോട്ടോ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും, അതും പല പല മോഡലായിട്ട്. അല്ല മാധവേട്ടാ? വേണം വേണം, എല്ലാം ഞാൻ അങ്ങനെ നിറഞ്ഞു നിന്നോട്ടെ. പൈസയുടെ കാര്യം ഒരു പ്രശ്നമാക്കണ്ട. അതാണ് മാധവേട്ടെ. ഇങ്ങനത്തെ ഒരു സാധനത്തിന് ഈ നാട്ടിൽ തപ്പിയാ കിട്ടും. പൈസ എത്ര വേണമെങ്കിലുണ്ടല്ലോ. മൂപ്പര വീട്ടിൽ പോയിമ്പോ വാങ്ങാം. പോവല്ലേ മാധവേട്ട? എന്താ ലക്ഷ്മി, ഇന്ന് വൈകിട്ടല്ലേ മീറ്റിംഗ്? കത്ത് കിട്ടിയില്ലേ? അത് കിട്ടി. എന്താ വിനയന്റെ കൈക്ക്? വീണതാ. എന്നാലും അടിണ്ടാക്കിയതാന്ന് പറയണ്ട. സംഭവമൊക്കെ ഞങ്ങൾ അറിഞ്ഞു. അതൊക്കെ പോട്ടെ, മീറ്റിങ്ങിന് ഒരാളും മിസ്സാകരുത്. എല്ലാരും പങ്കെടുപ്പിക്കണം കേട്ടോ. ഞങ്ങൾ ഏൽപ്പിച്ച കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അല്ല, കൺവീനറല്ലേ, എന്താ വെച്ചാൽ നിങ്ങൾ തീരുമാനിക്കും. അതൊക്കെ മീറ്റിംഗിൽ പറയും. ഫണ്ടൊക്കെ ആയോ? ഫണ്ടൊക്കെ ഒരു വിധം. ബാക്കി മാധവേട്ടനെ കൊണ്ട് സംഘടിപ്പിക്കണം. മൂപ്പരവിടെ ചൂണ്ടിട്ട് ഉത്തിരിക്കുക. രേണുക വരുമോ? പിന്നെ അവള് വരും. എന്നാ ശരി, പറഞ്ഞ കാര്യം മറക്കണ്ട. ശരി. ഒരു കാര്യം പറയാൻ മറന്നുപോയി. നാളെ ഇമ്പക്ക് ഒരു ഫോട്ടോഗ്രാഫർ വെച്ചിട്ട് ചറ പറഞ്ഞങ്ങനെ കുറെ ഫോട്ടോ എടുക്കണം. പല പോസിലും പല വിധത്തിൽ. പ്രദീപിന്റെ അടുത്ത് ആൾക്കാരുണ്ടാവും സിനിമ സ്റ്റൈലിൽ ഫോട്ടോ എടുക്കുന്നവർ. ഓനെ ഏൽപ്പിക്കാം. ഞാനൊന്ന് ഓടിപ്പോയി പറയട്ടെ, അല്ലെങ്കിൽ ഫ്ലക്സ് അടിക്കുന്നത് പഴയ ഫോട്ടോ വെച്ചാളുകളെ. പ്രദീപ, ഞാൻ കൂട്ടി. എന്ത് കമ്മീഷൻ? 10 അല്ല 15 കമ്മീഷൻ? വെറുതെ ലോകത്തൊന്ന് വിളിക്കും. നർമാറ് കണ്ടോ? അനക്ക് വേണമെങ്കിൽ അവിടെ ഇരിക്കണോ? ഇരിക്കാനൊന്നും നേരില്ല. നിങ്ങൾ സാധനം തരും. നിങ്ങൾ പിന്നെയും പോകുന്നേ. നിക്കണോ, സാധനം എടുക്കണോ? എമ്മാര് തിരക്കാണ് നിനക്ക്. ലോക്കലാ ഇതുപോലെ ലാഭം ഉണ്ടായിട്ട് വിൽക്കണല്ല. പിന്നെ വൈകുന്നേരം ആകുമ്പോ നീയൊക്കെ എത്തി ചുണ്ടനക്കിട്ടെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവരണേന്ന്. ഒരു എക്സൈസ് രാമോട്ടി ഇത് കണ്ടിട്ടുള്ളതാണ്. ഹലോ, എവിടെന്നാ? ഇതിലേ പോകുമ്പോഴേ സാധനം കിട്ടും അറിഞ്ഞു വന്നതാ. ആകെ ഇതേ ഉള്ളൂ, സാധനം കിട്ടാനില്ല. ഒരു 500 മതിയാ, ബാക്കി ആവശ്യം. 500 പോരല്ലോ, മുഴുവൻ എടുക്കല്ലേ സാറേ? നിങ്ങൾ എക്സൈസാ? മുഴുവൻ കൊണ്ട് എടുക്കടാ, അതാണ് നല്ലത്. സാറേ, ആകെ 3 അരയെ കൊണ്ടുവന്നിട്ടുള്ളൂ. അതിൽ 500 കൊണ്ടുവന്നു കൊടുക്കണം. പിന്നെ 500 എനിക്ക് വേണം. ബാക്കി 500 കടവും പോകും. എത്ര രൂപ കിട്ടടാ? ഒരു 500 രൂപ വിറ്റുള്ളൂ. ഉറപ്പാണോടാ? ആ, സത്യമാണ് സാറേ. കാശടാ, നോക്കട്ടെ. റെഡിയാ സാറേ, 500 കറക്റ്റാ. സത്യമാണ് സാറേ. എടുത്തോ, നടന്നോ സാറേ. സാറേ, ഞാൻ സാറേ നടക്കില്ല സാറേ. എല്ലാം നീ പറഞ്ഞു അല്ലേ? നിനക്കുള്ളത് കൃഷ്ണൻ വെച്ചിട്ടുണ്ട്, നല്ല വൃത്തിയായിട്ട് തന്നെ. മറക്കണ്ട, ഈ പ്രോഗ്രാം ഒന്ന് കഴിഞ്ഞോട്ടെ. ഈ കണ്ണിലുള്ളതേ ഉറുക്കന്റെ കണ്ണിലെ തിളക്കാന്ന് എനിക്കറിയാം. ഞാനത് വിളിച്ചു പറയണ്ടെങ്കിൽ തൽക്കാലം പോകുന്ന നല്ലത്. എന്തേ നമ്മളെ രാമൂട്ടിയുടെ എക്സൈസ് പോക്കി. അയ്യോ, ഞാനൊക്കെ ജസ്റ്റിന് മിസ്സായതാ. അതാ രണ്ടാളും പറഞ്ഞിങ്ങോട്ട് വന്നേ. ഒരു ഷോടെ എടുക്കട്ടെ? ഓൾഡ് സ്റ്റോക്ക് മാറ്റാണ്. കുറച്ച് കട അവധിയാണ്. 1-ാം തീയതി മറക്കല്ലേ. പരിപാടി തുടങ്ങും. അതെ 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 കഴിഞ്ഞ തവണത്തെക്കാട്ടും നന്നായിട്ട് ഈ തവണ പരിപാടി നടത്തുന്ന എല്ലാവരുടെയും ആഗ്രഹം. നടത്തണല്ലോ.
അതിനല്ലേ ഞങ്ങളൊക്കെ ഇവിടെ അല്ലോ അതോട്ടാ. അതെ, എന്താ വേണ്ടത് വെച്ചാ പറഞ്ഞാ മതി. മെമ്പറെ കമ്പവലി മസ്റ്റ് ആട്ടോ. അത് പറഞ്ഞാലേ വേറെ പുതിയ ഐറ്റം വല്ലതും ഉണ്ടെങ്കിൽ പറയൂ. അതല്ല മെമ്പറേ, പെൺകുട്ടികളുടെ കമ്പോലിയോട് കൂടുതൽ താല്പര്യമുള്ള ചിലരൊക്കെ ഉണ്ട് ഇവിടെ. പ്രതികേട്ടാ ഉൾക്കാട്ടത്തിന് അടിയെ കൊണ്ടുവരാന്ന് പ്രതികേട്ടൻ പറഞ്ഞല്ലേ? ഏറ്റതൊന്നും നടത്താതിരുന്നിട്ടില്ലല്ലോ, ഇതും കൊണ്ടുവരും. പരിപാടി നടത്താൻ പുതുമുള്ള എന്തെങ്കിലും ഉണ്ടായിരിക്കണം. ആദ്യം തീരുമാനിച്ച കാര്യം നടക്കട്ടെ, എന്നിട്ടാവട്ടെ പുതിയത്. ചില തീരുമാനങ്ങൾ ആരും അറിയാതെ നടത്തുന്നവരുണ്ട്. അങ്ങനെ ആരും അറിയാതെ പ്രോഗ്രാം നടത്താനൊന്നും പറ്റില്ല. 10 ദിവസത്തെ പ്രോഗ്രാമാണ്, അത് മറക്കണ്ട. പരിപാടിന്റെ ദിവസം എത്തിയില്ലേ? അതുകൊണ്ടാണ് പറയണത്, ഈ പരിപാടി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ആർക്കും നോക്കി നടക്കാനുള്ള സമയം ഉണ്ടാവില്ല. അതെന്തായാലും ഉണ്ടാവില്ല, തിരക്കില്ല. എല്ലാം നോക്കി നടത്താൻ ഇവിടെ ചില ആൾക്കാരുണ്ടല്ലോ. ആദ്യം ഇതൊന്ന് കഴിഞ്ഞോട്ടെ. പൈസ ഇല്ലാഞ്ഞിട്ട് പരിപാടികളുടെ എണ്ണം ഒന്നും കുറയാൻ പാടില്ല. അതിന് മാധവേട്ടുണ്ടല്ലോ ഇവിടെ അല്ലേ? എന്തുകൊണ്ടും ചെയ്യില്ലല്ലേ മാധവേട്ട? രമേശ ഓവറാക്കല്ലേ. അതെ, അപ്പൊ നമുക്ക് സ്റ്റേജിന്റെ പണി ഡെക്കറേഷൻ ഒക്കെ നാളെ തുടങ്ങാൻ പറ്റുമോ? ഓ തുടങ്ങാലോ. നാളെ എനിക്ക് ലീവാണല്ലോ. മറ്റന്നാളോ? മറ്റന്നാള് എനിക്ക് ലീവാണ്. ഒന്നും ഉണ്ടായിരിക്കുന്നു, ഫുൾ ടൈം ലീവാക്കി കിടക്കണം. നിങ്ങളാ ലീവിനെ പറ്റി പറയണത്? തീരുമാനം നടന്നപ്പോ പറഞ്ഞു, എനിക്ക് പോയിട്ട് കുറച്ച് തീരുമാനിക്കാനൊന്നുമില്ല. മെമ്പർ പറഞ്ഞ പോലെ പരിപാടി അതാ ബോർഡ് നോക്കി പിടിക്കും. ആ തോരണത്തിൽ തട്ടിയതല്ലേ? ഒന്നൊന്ന് പൊന്നിച്ചൊടി. ആ സൈഡ് പരിപാടി കഴിയണ്ടതാവേ. എന്നിട്ട് എന്തിനാ മഴ പെയ്യുമ്പോ ചായക്കട ചോരാതെ ഇതെടുത്ത് അങ്ങ് മൂടി വെച്ച പ്രചരണം അത്ര നിർബന്ധമാണെങ്കിലേ ഇതങ്ങ് സ്പോൺസർ ചെയ്തോ. അതില് നമുക്ക് അപ്പച്ചൻ ചായക്കടാന്ന് പേര് വെക്കാം. അതൊന്നും ഒക്കത്തില്ലേ, ഭയങ്കര ടൈറ്റിലാ. അപ്പച്ചന് പിന്നെ ഫ്രീ ആയിട്ട് കിട്ടിയാൽ മതി. അതൊക്കെ പോയി ശരിയാക്കാന്ന് കുറഞ്ഞ പൈസക്ക്. ഞാൻ ഇവിടെ എന്നിട്ട് വേണം അതൊന്നും ചുരണ്ടി മാന്താൻ അല്ലേ. പരിപാടി കഴിയട്ടെ, ഞാൻ ഒറ്റയ്ക്ക് എടുത്തോളാം. എന്നാലും ഇവിടെ വിടില്ലാന്നല്ല ഫ്ലക്സ് ഒക്കെ കെട്ടി കഴിഞ്ഞില്ലേ? ഈ മാധവേട്ടന്റെ ചായ ഓഹോ, ചായ മാത്രം മതിയോ? ചായ മാത്രം പോരാ, എല്ലാവർക്കും കനത്തിൽ അങ്ങോട്ട് വാങ്ങിക്കൊടുക്കണം, അല്ലേ മോശ ആണോ? ആയിക്കോട്ടെ. ചായ കടിയാക്കിയത് കമ്മീഷൻ. അല്ലെങ്കിൽ പ്രതിഭ ചായ ഇട്ട് നിറഞ്ഞ ഒറ്റയൊന്നും ഉണ്ടാവില്ല. അടിപൊളി ബോർഡാണല്ലോ വെച്ചത്. മത്സരത്തിന് എല്ലാവരും പേര് തന്നോ? അതൊക്കെ ഫുള്ളായി. നിങ്ങൾക്ക് പറ്റിയ പരിപാടി ഒന്നുമില്ല. ഇനി എന്ത് മത്സരമാണ് അവർക്ക് പറ്റിയത്? അല്ലെങ്കിൽ കഴിഞ്ഞുള്ളവർ കളിച്ചാ കളി കളിച്ചോട്ടെ. എന്ത് മറ്റേ ദയവ് ചെയ്ത് കാണികളാരും ബാരിക്കേണ്ടത് പ്രവേശിക്കരുതെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. പുതുയുഗ കലാവേദിയുടെ 10 ദിവസം നീണ്ടുനിൽക്കുന്ന വാർഷികാഘോഷത്തിന്റെ ഭാഗമായ 1-ാം ദിവസം സംഘടിപ്പിച്ച വടംവലി മത്സരത്തിൽ സൂപ്പർ ഡയമണ്ട്സും സൂര്യോസ് പുതുക്കോടും തമ്മിലുള്ള സെമി ഫൈനൽ മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വാശിയേറിയ സെമി ഫൈനൽ മത്സരത്തിന്റെ 3-ാം റൗണ്ടിൽ സൂപ്പർ ഡയമണ്ട്സിനെ സെമിയിൽ പിടിച്ചു കെട്ടിക്കൊണ്ട് സൂര്യോസ് പുതുക്കോട് ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ്. മത്സരം പൊടിപൊടിക്കാണല്ലേ? ഞാനേ എന്റെ ഭർത്താവിന് വൈകിട്ട് സ്റ്റേജിലിടാനുള്ള ഡ്രസ് അയൺ ചെയ്തോണ്ടിരിക്കുക. അത് കഴിയട്ടെ. ഞാൻ അയൺ ചെയ്ത് വെക്കുന്ന ഇട്ടേച്ചാ മതി. അല്ല, ഇവര് തന്നെയല്ലേ ഫൈനലിൽ മുട്ടുണ്ട്. അതിനവര് തയ്യാറാവും. ഈ മത്സരം കഴിഞ്ഞിട്ട് അത്യാവശ്യത്തിന് സമയം കൊടുത്തിട്ടാണ് അടുത്ത മത്സരം. ഞാനൊന്നേ പോയിട്ട് വരുന്നവരെ നീ ഇതൊന്ന് പിടിച്ചേട്ടാ. ഒരത്യാവശ്യം പെട്ടെന്ന് ഞാനൊന്ന് പോയിട്ട് വരാം കേട്ടോ. ഞാൻ പറഞ്ഞോ? വേണ്ട. റെസ്റ്റ് എത്ര സമയമുണ്ട്? 1 മണിക്കൂർ. എത്ര? 1.5 മണിക്കൂർ. അത്രയൊക്കെ വേണ്ടി വരും. വലി 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 മക്കളെ, വലി, 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 വലി,